വെൽക്കം ബാക്ക് ടു ഫാസ്റ്റ് ഓൺലൈൻ മീഡിയ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നാം വർഷ അക്കൗണ്ടൻസിയുടെ ആദ്യത്തെ ക്ലാസ് പറയുകയുണ്ടായി അല്ലേ. അതിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളായിരുന്നു പറഞ്ഞത്? ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് അല്ലേ. അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ ആദ്യമായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു അല്ലേ. ഓർക്കുന്നില്ലേ? AICPA പറഞ്ഞത് ഓർക്കുന്നില്ലേ? അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. ഈ ഒരു ഏജൻസി നൽകിയിട്ടുള്ള ഡെഫിനിഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. AICPA നൽകിയിട്ടുള്ള ഒരു ഡെഫിനിഷനായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. 1941 ആ ഡെഫിനിഷൻ കൊടുത്തത്. അതിനുശേഷം 1970 AICPA പുതിയൊരു ഡെഫിനിഷൻ കൊടുത്തു. അത് ദി പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, മെഷറിംഗ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദി റിക്വയർഡ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദി എക്കണോമിക് ഇവൻറ്റ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ ടു ദി ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് സച്ച് ഇൻഫർമേഷൻ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്ക് പരിശോധിക്കാം. ദി പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് അല്ലേ, കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണിത്. അതോടൊപ്പം മെഷറിങ്, കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അത് മെഷർ ചെയ്യുന്നു അല്ലേ, മോണിറ്ററി മെഷർമെൻറ്റ് നടത്തുന്നു. റെക്കോർഡിംഗ്, എന്നിട്ട് അത് റെക്കോർഡ് ചെയ്യുന്നു. ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ദി റിക്വയർഡ് ഇൻഫർമേഷൻ, ആവശ്യമുള്ള കാര്യങ്ങൾ റിലേറ്റിംഗ് ടു ദി എക്കണോമിക് ഇവൻറ്റ്സുമായി ബന്ധപ്പെട്ട അല്ലെ, സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഓഫ് എൻ ഓർഗനൈസേഷൻ, ആ സ്ഥാപനത്തിൻ്റെ, ടു ദി ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് സച്ച് ഇൻഫർമേഷൻ, ആവശ്യമായിട്ടുള്ള ആളുകൾക്ക് അല്ലേ, ആർക്കൊക്കെയാണോ ഈ ഇൻഫർമേഷൻ ആവശ്യമുള്ളത് അവർക്കൊക്കെയാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഡെഫിനിഷനാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. ഈ ഡെഫിനിഷൻ്റെ ബാക്കി കാര്യങ്ങൾ, ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി പരിശോധിക്കാം. ഇനി ഈ രണ്ട് ഡെഫിനിഷനിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അല്ലേ. നമ്മൾ രണ്ട് ഡെഫിനിഷൻ പഠിച്ചു അല്ലേ, രണ്ട് കാലഘട്ടങ്ങളിൽ AICPA കൊടുത്തിട്ടുള്ള രണ്ട് ഡെഫിനിഷൻ പഠിച്ചു. അതിൽ നിന്നും എന്തെല്ലാം കാര്യങ്ങളാണ്, വാട്ട് ആർ ദി റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഓഫ് അക്കൗണ്ടിങ് ബൈ കൺസിഡറിങ് ദീസ് ടു ഡെഫിനിഷൻസ് അല്ലേ. ഈ രണ്ട് ഡെഫിനിഷൻ കൺസിഡർ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അതിൽ ഒന്നാമത്തേത് എക്കണോമിക് ഇവൻറ്റ്സ് ആണ്. എന്താണ് എക്കണോമിക് ഇവൻറ്റ്സ്? അപ്പോൾ നമ്മൾ രണ്ട് ഡെഫിനിഷനിലും പറഞ്ഞു, മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലേ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അക്കൗണ്ടിങ്ങിൽ വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസും എന്തായിരിക്കും? എക്കണോമിക് ഇവൻറ്റ്സ് ആയിരിക്കും, സാമ്പത്തികമായ സംഭവങ്ങൾ, അല്ലെങ്കിൽ എന്താണ് എക്സ്ചേഞ്ച് പ്രോസസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏതൊരു കാര്യവും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതും ക്ലാസിഫൈ ചെയ്യുന്നതും സമ്മറൈസ് ചെയ്യുന്നതും എല്ലാം എന്തായിരിക്കും? എക്കണോമിക് ഇവൻറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻസ് ഷുഡ് ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി അല്ലേ. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനുകളും അക്കൗണ്ട്സിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത് എന്തായിരിക്കണം? ഷുഡ് ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി, മോണിറ്ററി മെഷർമെൻ്റ് ഉള്ളതായിരിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം നമുക്ക് പറയാം. നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു അല്ലേ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ₹10,000. അപ്പോൾ 10,000 രൂപയുടെ സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ ₹10,000 എന്ന് പറയുന്ന ഒരു മോണിറ്ററി മെഷർമെൻറ്റ് അവിടെ ഉണ്ട് അല്ലേ. ദെൻ പെയ്ഡ് സാലറി ₹5,000, 5,000 രൂപ നമ്മൾ സാലറി കൊടുത്തു അല്ലേ. അപ്പോൾ ₹5,000 എന്ന് പറയുന്ന ഒരു മോണിറ്ററി മെഷർമെൻറ്റ് അവിടെയുണ്ട്. കമ്മീഷൻ റിസീവ്ഡ് ₹1,000. അപ്പോൾ കമ്മീഷൻ റിസീവ് ചെയ്തു, എത്രയാണ്? 1,000. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷനിലും അതിൻ്റേതായിട്ടുള്ള എന്തുണ്ട്? മോണിറ്ററി മെഷർമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ മോണിറ്ററി ടേംസിലാണ് അത് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? എക്കണോമിക് ഇവൻറ്റ്സ് ആണ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെയാണ് ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇത് നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ഐഡൻറ്റിഫിക്കേഷനാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടെത്തുകയാണ് അല്ലെ. ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തുകയാണ്.
എന്താണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്? ട്രാൻസാക്ഷൻസ് ആണ്, അല്ലെ? മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ എന്തെല്ലാം മോണിറ്ററി ട്രാൻസാക്ഷൻസ് ഉണ്ട്, ആ കണ്ടെത്തുന്ന പ്രോസസ്സാണ് ഐഡന്റിഫിക്കേഷൻ, അല്ലെ? അങ്ങനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യണം? മെഷർമെന്റ്. അത് നമ്മൾ മെഷർ ചെയ്യണം, അല്ലെ? നേരത്തെ നമ്മൾ പറഞ്ഞു മോണിറ്ററി മെഷർമെന്റ്. അപ്പോൾ ട്രാൻസാക്ഷൻ എന്താ നമ്മൾ കണ്ടെത്തി, അല്ലെ? ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇവന്റ്സ് എന്താ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മോണിറ്ററി മെഷർമെന്റ് ആണ്. എത്ര രൂപയുടെ ട്രാൻസാക്ഷൻ ആണ്, അല്ലെ? എത്രയാണ് അതിന്റെ വാല്യൂ? അപ്പോൾ എത്ര രൂപയുടെ ട്രാൻസാക്ഷൻ ആണ് എന്നുള്ളത് കണ്ടെത്തുകയും അതേപോലെ തന്നെ അതിനെ മെഷർമെന്റ് നടത്തുകയും, അല്ലെ? അതിനെ മെഷർ ചെയ്യുകയും ചെയ്യുകയാണ് രണ്ടാമത്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് മെഷറിംഗ് നടത്തി കഴിഞ്ഞാൽ മൂന്നാമത് നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? റെക്കോർഡിംഗ് ആണ്, അല്ലേ? അപ്പോഴാണ് നമ്മൾ റെക്കോർഡിംഗ് വരുന്നത് എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തലാണ്. അപ്പോൾ അക്കൗണ്ടിങ് ഡെഫിനിഷനിൽ നമ്മൾ ആദ്യത്തെ തന്നെ പറഞ്ഞു എന്താണ്? ദി പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് അല്ലെങ്കിൽ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, അല്ലേ? പറഞ്ഞില്ലേ? ക്ലാസിഫൈങ്, സമ്മറൈസിങ്, അങ്ങനെ തുടങ്ങി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ മൂന്നാമത് ഇതിൽ വരുന്ന റെക്കോർഡിംഗ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യുന്നു, അതിനെ മോണിറ്ററി മെഷർമെന്റ് നടത്തുന്നു, ദെൻ അങ്ങനെ കിട്ടിയിട്ടുള്ള ട്രാൻസാക്ഷൻസിനെ നമ്മൾ രേഖപ്പെടുത്തുന്നു, അല്ലെ? എങ്ങനെയാണ് രേഖപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് അടുത്ത ഏരിയകളിൽ വരുന്നുണ്ട്. അപ്പോൾ റെക്കോർഡിംഗ് ആണ് അതിൽ മൂന്നാമത്തത് വരുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അക്കൗണ്ടിങ് പ്രൊസീജിയറിലൂടെ മുന്നോട്ട് പോകും, അല്ലെ? അതിന്റെ റിസൾട്ട് വരെ എത്തും. ദെൻ അതിനുശേഷം നമ്മൾ ആ റിസൾട്ട് എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആരോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ആർക്കാണോ റിസൾട്ട് ആവശ്യമുള്ളത് അവർക്ക് ഇതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൽ വരുന്ന യൂസേഴ്സ് ആരൊക്കെയാണ്, അല്ലെ? അക്കൗണ്ടിങ് ആവശ്യമുള്ള ആളുകൾ ആരൊക്കെയാണ്? അപ്പോൾ അവിടെ നമുക്ക് രണ്ട് രീതിയിലുള്ള ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ഇന്റേണൽ യൂസേഴ്സ്, രണ്ടാമത്തെ എക്സ്റ്റേണൽ യൂസേഴ്സ്, അല്ലെ? സ്ഥാപനത്തിനുള്ളിലുള്ള ആളുകളാണ് ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. സ്ഥാപനത്തിന്റെ പുറത്തുള്ള ആളുകളെ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്നും പറയുന്നു, അല്ലെ? അപ്പൊ സ്ഥാപനത്തിനുള്ളിൽ ആരൊക്കെ ആയിരിക്കും? ഓണേഴ്സ് ഉണ്ടാവും, അല്ലെ? സ്ഥാപനം നടത്തുന്ന ആളുകൾ ഉണ്ടാകും, മുതലാളിമാരായിട്ടുള്ള ആളുകൾ ഓണേഴ്സ് ഉണ്ടാകും. അതേപോലെ തന്നെ അവിടെ മാനേജേഴ്സ് ഉണ്ടാകും. അതേപോലെ ബിസിനസ്സിലെ ഉള്ളിലുള്ള മറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുണ്ടാകും. എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഉണ്ടാകും, സപ്ലയേഴ്സ് ഉണ്ടാകും, അല്ലെ? അതർ ഏജൻസീസ് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇന്റേണലും എക്സ്റ്റേണലുമായിട്ടുള്ള ആളുകൾക്ക് ഈ അക്കൗണ്ടിങ്ങിന്റെ റിസൾട്ട്, ഇൻഫോർമേഷൻ എന്ത് ചെയ്യണം? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഈ ഡെഫിനിഷനിൽ നിന്നും നമുക്ക് രണ്ടാമതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതൊക്കെയായിരുന്നു? ഐഡന്റിഫിക്കേഷൻ, മെഷർമെന്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ദെൻ ഈ രണ്ട് ഡെഫിനിഷൻസ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മൂന്നാമത്തതായി നമുക്ക് പഠിക്കാനുള്ള കാര്യം ഓർഗനൈസേഷൻ ആണ്. ഓർഗനൈസേഷൻ, സ്ഥാപനം, അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ചെയ്യുന്നത് ആരുടെ അക്കൗണ്ട്സ് ആണ്? ആരുടെ അക്കൗണ്ട്സ് ആണ്? ബിസിനസിന്റെ അക്കൗണ്ട് ആണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ അക്കൗണ്ട്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതല്ലാതെ ബിസിനസ് തുടങ്ങുന്ന ആളുടെ അക്കൗണ്ട്സ് അല്ല. അപ്പോൾ ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തിന്റെ കണക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ സ്ഥാപനമാണ് അവിടെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത്, അല്ലെ? അതിന്റെ ആളുകൾ എന്ത് ചെയ്യും? ഓണേഴ്സ് ചിലപ്പോൾ മാറി തിരിഞ്ഞൊക്കെ വരും, അല്ലെ? ഓണേഴ്സ് ചിലപ്പോൾ മാറി മറിഞ്ഞു വരും. പക്ഷെ ബിസിനസ് അവിടെ നിലനിൽക്കുകയാണെങ്കിൽ ആ ബിസിനസിന്റെ അക്കൗണ്ട് ആണ്, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ അക്കൗണ്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതാണ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി ഇതിൽ നാലാമത്തേതും അവസാനത്തേതും നമുക്ക് പഠിക്കാനുള്ളത് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിൽ നമ്മൾ ആർക്കാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? അക്കൗണ്ടിങ്ങിന്റെ റിസൾട്ട് ആർക്കാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? അത് ആവശ്യമുള്ള ആളുകൾക്കാണ്, അല്ലെ? ഇൻട്രസ്റ്റഡ് യൂസേഴ്സിനാണ്. ആർക്കാണോ അത് ആവശ്യം അവർക്കാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പറയുകയുണ്ടായി ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്, അല്ലെ? അപ്പൊ സ്ഥാപനത്തിന് അകത്തുമുള്ള ആളുകൾ ഇന്റേണൽ യൂസേഴ്സ് ആൻഡ് സ്ഥാപനത്തിന് പുറത്തുള്ള ആളുകൾ എന്തായിരിക്കും? എക്സ്റ്റേണൽ യൂസേഴ്സ്. അപ്പോൾ ഇതാണ് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത്. ദെൻ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അവസാനമായി പഠിക്കാനുള്ളത് വാട്ട് ആർ ദി പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റം എന്നുള്ളതാണ്. അക്കൗണ്ടിങ് സിസ്റ്റത്തിന്റെ ഒരു പ്രോസസ്സ് എന്താണ്? അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഡയഗ്രാം കാണാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. ആ ഡയഗ്രാം പരിശോധിച്ച് കഴിഞ്ഞാൽ there are 4 important accounting process,
അല്ലെ. അക്കൗണ്ടിങ് പ്രോസസ്സിൽ 4 പ്രധാനപ്പെട്ട ഘടകങ്ങൾ കാണാൻ കഴിയും. അതിൽ ഒന്നാമത്തത് എക്കണോമിക് ഇവന്റ്സ് ആണ് അല്ലെ. എക്കണോമിക് ഇവന്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, സാമ്പത്തികമായിട്ടുള്ള സംഭവങ്ങളാണ്, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് പ്രോസസ്സാണ് അല്ലെ, ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ ബിസിനസ്സിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നടക്കും, അതുകൊണ്ടാണ് അതിന് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം എക്കണോമിക് ഇവന്റ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഒരു അക്കൗണ്ടിങ് പ്രോസസ്സിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ദെൻ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോകും. ആ രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്? ആ രണ്ടാമത്തെ സ്റ്റേജ് ആണ് അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്കണോമിക് ഇവന്റ്സിനെ നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ്സിലേക്ക് കൊടുക്കുന്നു അല്ലേ. ദെൻ അക്കൗണ്ടിങ് പ്രോസസ്സിലാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത്. ഒരു അക്കൗണ്ടന്റ് എന്നുള്ള അർത്ഥത്തിൽ അക്കൗണ്ടിങ് പ്രോസസ്സാണ് വളരെ പ്രധാനപ്പെട്ടത്. അതിലെന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു? അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാമത് ഐഡന്റിഫൈ ചെയ്യുന്നു അല്ലേ, ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ഐഡന്റിഫൈ ചെയ്താൽ പിന്നെ ചെയ്യുന്ന എന്താണ്? മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യുന്നു അല്ലേ. പണപരമായിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ അളക്കുന്നു അല്ലേ. അങ്ങനെ അളന്നു കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തത് റെക്കോർഡിംഗ് ആണ്. റെക്കോർഡ് ചെയ്യുന്നു, എഴുതി അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്നു, എൻ്റർ ചെയ്യുന്നു. അങ്ങനെ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളെ പിന്നെ എന്ത് ചെയ്യുന്നു? ക്ലാസിഫൈ ചെയ്യുന്നു, അതിൻ്റെ സ്വഭാവങ്ങൾ അനുസരിച്ച് തരംതിരിക്കുന്നു അല്ലേ, ക്ലാസിഫൈ ചെയ്യുന്നു. എന്നിട്ട് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നു? അതിനെ സമ്മറൈസ് ചെയ്യുന്നു. സമ്മറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒരു സമ്മറി സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നു അല്ലേ. ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് അതിൻ്റെ ഒരു ടോട്ടൽ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആ ഒരൊറ്റ സമ്മറിയിൽ കാണാൻ കഴിയും. എന്നിട്ട് അതിന് ശേഷം സമ്മറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഒരു അനലൈസ് ചെയ്യുന്നു അല്ലേ. അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു, റിസൾട്ടിലേക്ക് എത്തിക്കുന്നു. അതിൻ്റെ പല കാര്യങ്ങളും അനാലിസിസ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നു, അങ്ങനെ ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ് ഈ ഒരു അക്കൗണ്ട്സ് പ്രോസസ്സിൽ വരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? ആദ്യം എക്കണോമിക് ഇവന്റ്സ് വരുന്നു, പിന്നെ അത് നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ്സിലൂടെ കടത്തി വിടുന്നു, അങ്ങനെ നമുക്കൊരു ഫൈനൽ റിസൾട്ട് കിട്ടും അല്ലേ. ആ ഫൈനൽ റിസൾട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആർക്കാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റം. നേരത്തെ നമ്മൾ പറഞ്ഞു, അക്കൗണ്ടിങ് സിസ്റ്റം ആർക്കൊക്കെയാണോ ആവശ്യമുള്ളത് അവർക്കൊക്കെ ഇത് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു. അവരെയാണ് നമ്മൾ ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ പ്രോസസ്സിലേക്ക് വരുമ്പം ഡിസിഷൻ മേക്കേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ്. അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമുള്ള ആളുകളാണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റം, അവർക്ക് നമ്മൾ ഈ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ വീണ്ടും ഈ ഒരു സൈക്കിൾ റൊട്ടേറ്റ് ചെയ്യുന്നു, വീണ്ടും അതേപോലെ എക്കണോമിക് ഇവന്റ്സ് ഉണ്ടാകുന്നു അല്ലേ. ആ എക്കണോമിക് ഇവന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അക്കൗണ്ട് പ്രോസസ്സിലേക്ക് കടത്തിവിടുന്നു. അങ്ങനെ ആ പ്രോസസ്സിൽ നിന്നും റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ആർക്ക്? ഈ ഒരു ഡിസിഷൻ മേക്കേഴ്സിന്. ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു പോകുന്നു. അതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ഡെഫിനിഷൻ അല്ലേ, അതേപോലെ തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 4 പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. ഏറ്റവും അവസാനം അക്കൗണ്ടിങ് പ്രോസസ്സ് എന്താണെന്നും പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ്.